ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അസ്വാഭാവികമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട 2 പനി മരണങ്ങൾ നിപ്പയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അവരോട് ബന്ധപ്പെട്ട ക്ലോസ് കോണ്ടാക്റ്റുള്ള അവരുടെ ബന്ധുക്കളിൽ 3 പേർക്ക് ഇതേപോലുള്ള പനി ലക്ഷണമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. മുൻപുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ഇത് നിപ്പയാണ് എന്ന് നിപ്പയെ മുൻപ് ചികിത്സിച്ച ഡോക്ടർ തന്നെ ഉള്ള സാധ്യത ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നിപ്പയാണെന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂനെയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. എങ്കിലും ഇത് നിപ്പ തന്നെ ആകാനാണ് 99% സാധ്യത. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പനിയുടെ ഒരു രീതി ഞാൻ വിശദീകരിക്കാം. 29-ാം തീയതി കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നും ഒരാൾ പനിയായിട്ട് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവർക്ക് പരിശോധിക്കുന്ന സമയത്ത് കടുത്ത ന്യൂമോണിയയുടെ ശ്വാസകോശത്തിന് വരുന്ന ഇൻഫെക്ഷൻ്റെ ലക്ഷണം കാണിക്കുകയും അതോടൊപ്പം പനിയുമുണ്ട്. ഓക്സിജന്റെ അളവ് താരതമ്യേന കുറവ്. ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും 30-ാം തീയതി മരണപ്പെടുകയും ചെയ്തു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ മകൾ, ഈ മരിച്ച ആളിൻ്റെ മകളും അവരുടെ ഇളയ മകളും ഇതേപോലുള്ള പനിയായിട്ട് വരുന്നു. മൂത്ത കുട്ടിക്ക് കടുത്ത പനിയും ന്യൂമോണിയയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവരുടെ ഒരു ബന്ധുവും ഇതേ ലക്ഷണവുമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവരിപ്പോൾ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ഥലത്ത് നിന്നും, കോഴിക്കോട് മറ്റൊരു സ്ഥലത്ത് നിന്നും ഇതേ ലക്ഷണത്തോടു കൂടി ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും 40 വയസ്സുള്ള ഒരാൾ അഡ്മിറ്റ് ആകുകയും പിറ്റേ ദിവസം പനി ഗുരുതരമായി മരണപ്പെടുകയും ചെയ്തു. ഇവർക്കെല്ലാം ലക്ഷണങ്ങൾ ഒരേപോലെ. പരിശോധിച്ച സമയത്ത് കോഴിക്കോട് മറ്റൊരു സ്ഥലത്ത് വന്ന ആളും 2 ആഴ്ച മുമ്പ് ആദ്യം പനി ബാധിച്ച ആളുമായിട്ട് ക്ലോസ് കോണ്ടാക്ട്, അതേ സമയത്ത് അതേ ഏരിയയിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു എന്നുള്ള ഒരു അറിവും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇത് നിപ്പയാണെന്ന് കൺഫേം ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ. നിപ്പ കേരളത്തിൽ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2018-ലാണ്. ആ സമയത്ത് ഏകദേശം 21ഓളം പേരെ ഇത് ബാധിക്കുകയും 3 പേരൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം 2019 ഈ പനി ഒരാളെ ബാധിച്ചുവെങ്കിലും അത് മരണപ്പെടാതെ രക്ഷപ്പെടുകയുണ്ടായി. 2021 ഇതേപോലെ ഈ നിപ്പ പനി ബാധിച്ച് ഒരാൾ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 2023-ലാണ് ഈ പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് നിപ്പ പനി? നിപ്പ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും ഈ രോഗത്തിന് ഇത്രയധികം ഭയപ്പെടുകയും നമ്മൾ മുൻകരുതൽ എടുക്കുകയും ചെയ്യുന്നത്? നിപ്പ പനി പടർത്തുന്നത് ഒരിനം RNA വൈറസാണ്. ഈ RNA വൈറസ് ജീവിക്കുന്നത് ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്ന പഴങ്ങൾ തിന്ന് ജീവിക്കുന്ന ഒരിനം വവ്വാലിൻ്റെ ശരീരത്തിലാണ്. സാധാരണഗതിയിൽ വവ്വാലിൻ്റെ ശരീരത്തിൽ നിന്നും ഈ വൈറസ് പുറത്തേക്ക് വരാറില്ല. അതിന് പ്രജനനം ചെയ്യേണ്ട കാലഘട്ടമാകുമ്പോഴും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷവും സാഹചര്യവും വരുമ്പോൾ മാത്രം ഈ വൈറസുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വൈറസുകൾക്ക് ജീവിക്കാനും പ്രജനനം ചെയ്യാനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ജീവികൾ എന്ന് പറയുന്നത് ഒന്ന് വവ്വാലുകളാണ്, രണ്ടാമത്തത് പന്നികൾ, കുതിര, പിന്നെ മനുഷ്യൻ. വവ്വാലുകളിൽ നിന്നും നേരിട്ട് പന്നികളിലേക്കാണ് ഇത് കൂടുതലും പോകുന്നത്. കാരണം വവ്വാലുകളിൽ നിന്നും ഉമിനീരിലൂടെയും അവയുടെ കാഷ്ടത്തിലൂടെയും പുറത്തേക്ക് വരും. വവ്വാലുകളുടെ കാഷ്ടം കൂടുതലും പന്നി കഴിക്കാറുണ്ട്. കൂടാതെ വവ്വാലുകൾ ചപ്പിയ പഴങ്ങൾ പലപ്പോഴും പന്നികളെടുത്ത് ഭക്ഷിക്കാറുണ്ട്. പന്നികളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കത്തില്ല. പന്നികൾക്ക് ചെറിയ ജലദോഷം പോലെ ചെറിയ പനി പോലെയോ വന്ന് ഇത് പോവുകയും ചെയ്യത്തുള്ളൂ. മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാലാണ് ഇത് ഗുരുതരമാകുന്നതും കൂടുതൽ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. മനുഷ്യനെ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 70 മുതൽ 80% വരെയാണ് മരണനിരക്ക്. ശരിയായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളൊന്നും ഇപ്പോൾ, അതായത് മരുന്നുകൾ ശരിയായിട്ട് ലഭ്യമല്ല. കൂടുതലും ഈ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകി വരുന്നത്. എങ്ങനെയാണ് ഇത് മനുഷ്യരിലേക്ക് വരുന്നതെന്ന് വിശദീകരിക്കാം. സാധാരണഗതിയിൽ വവ്വാലുകൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആയാലോ ഇല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ക്ലൈമറ്റ് എപ്പോഴും കടുത്ത വേനലിൽ നിന്ന് ഒരു മഴയിലേക്ക് വരുമ്പോൾ, അതായത് അന്തരീക്ഷത്തിൽ കൂടുതൽ ഹ്യൂമിഡിറ്റി നിൽക്കുന്ന കാലാവസ്ഥയിൽ ഒരു 18 ഡിഗ്രി മുതൽ 37 ഡിഗ്രി വരെ ടെമ്പറേച്ചറിൻ്റെ ഇടയിലുള്ള നമ്മുടെ ഈ നീരാവി കൂടുതലുള്ള ഒരു കാലാവസ്ഥയിലാണ് ഈ വൈറസുകൾ പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൈറസ് മാക്സിമം ഒരു 15 മിനിറ്റ് മാത്രമേ പുറത്ത് ജീവിക്കത്തുള്ളൂ. എന്നാൽ പഴങ്ങൾക്കകത്ത് ഇവയ്ക്ക് കൂടുതൽ സമയം ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം പഴങ്ങൾക്കകത്ത് ഇവ കുറച്ച് ആസിഡ് pH കൂടുതലായിട്ടുണ്ട്. കൂടാതെ പഴങ്ങൾക്കകത്ത് ഫ്രക്ടോസ് എന്ന് പറയുന്ന മധുരവും അടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ വൈറസുകൾ 5 ദിവസം വരെ ജീവിക്കും. ഈ വൈറസുകൾ പലപ്പോഴും ഈ പഴങ്ങൾ ഭക്ഷിക്കുമ്പോൾ മനുഷ്യരുടെ ശരീരത്തിലേക്ക് എത്തുന്നു. മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവ മനുഷ്യൻ്റെ ടോൺസിലുകളിലാണ് ജീവിക്കുന്നത്. ടോൺസിലുകളിൽ ഇവ ഏകദേശം 5 മുതൽ 15 ദിവസം വരെ ജീവിക്കും. 5 മുതൽ 15 ദിവസം വരെയാണ് ഇവയുടെ ഇൻക്യുബേഷൻ പീരീഡ്. അവിടെ നിന്നും കൂടുതൽ പെറ്റുപെരുകിയ വൈറസുകൾ ആദ്യം മനുഷ്യൻ്റെ ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നത്. ശ്വാസകോശത്തിനെ ബാധിക്കുമ്പോൾ വരുന്ന ലക്ഷണം ആദ്യം ചുമയും പനിയും മൂക്കൊലിപ്പും ദേഹം വേദനയും തലവേദനയുമാണ് ആദ്യം കാണുന്ന ലക്ഷണം. സാധാരണ ഏതൊരു പനിക്കും കാണുന്ന ലക്ഷണം തന്നെ ഈ നിപ്പയും കാണിക്കും.
തുടക്കത്തിൽ കാണുന്ന ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് അങ്ങ് മോശമാവും. അതാണ് നിപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ പെട്ടെന്ന് രോഗിയുടെ അവസ്ഥ അങ്ങ് മോശമാവും. അതായത് ശ്വാസകോശത്തിൽ നിന്നും ഈ രോഗം രക്തത്തിലേക്ക് കടന്ന് വൈറൽ ടോക്സീമിയ, കടുത്ത പനിയിലേക്കും പോകും. അവിടെ നിന്ന് ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് എൻസിഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥ, മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരവസ്ഥ ബാധിക്കുകയും ചെയ്യും. പലപ്പോഴും ഈ ആദ്യത്തെ ലക്ഷണങ്ങൾ വരുന്ന സമയത്ത് രോഗിക്ക് തുടർച്ചയായിട്ടുള്ള ചുമയും കടുത്ത പനിയുമായിരിക്കും ലക്ഷണം കാണുക. അവിടെ നിന്നും രോഗിക്ക് ശക്തമായ ശരീരം വേദനയും അതോടൊപ്പം തലയ്ക്ക് അസ്വസ്ഥതയും കണ്ടുവന്ന് വരാം. തലപ്പെരുപ്പ്, തുടർച്ചയായിട്ടുള്ള ഛർദിൽ കണ്ടുവന്ന് വരാം. രോഗിക്ക് കാണുന്ന ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ മുൻപ് 2018 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് രോഗി രണ്ടായിട്ട് കാണുക, സംസാരിക്കുന്നതിൽ കോർഡിനേഷൻ ഇല്ലാതിരിക്കുക, അബോധാവസ്ഥ കാണുക, ഫിറ്റ്സ്, ജന്യരോഗം കാണുക എന്നീ ലക്ഷണങ്ങളാണ്. പലപ്പോഴും ന്യൂമോണിയ രോഗബാധയുള്ള ആൾക്കാർക്ക് ജന്യരോഗവും ഫിറ്റ്സും കൂടി അതോടൊപ്പം കാണുകയാണെങ്കിലാണ് ഇത് നിപ്പയാണോ എന്ന് പലപ്പോഴും ഡോക്ടർമാർ സംശയിക്കുകയും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്. രോഗിയുടെ സാമ്പിളുകളിലുള്ള വൈറസിന്റെ RNA ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിപ്പയാണെന്ന് കൺഫേം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. പക്ഷേ ഈ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് രോഗിയുടെ റിപ്പോർട്ട് വന്ന് ഈ നിപ്പയാണെന്ന് കൺഫേം ചെയ്യുമ്പോഴേക്കും രോഗി മരണപ്പെടുന്ന ഒരു സാഹചര്യം വരാം. ഒരാൾക്ക് രോഗം വന്ന് അവരിൽ നിന്നും അടുത്ത ആളിലേക്ക്, മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഉമിനീരിലൂടെ ഈ രോഗം പടർന്നു എന്ന് വരാം, രോഗിയുടെ സ്രവങ്ങളിലൂടെ പടർന്നു എന്ന് വരാം. അതുകൊണ്ടാണ് ഒരാളുടെ ശരീരത്തിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞ് അവരുമായി ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളവർക്ക് ഈ രോഗലക്ഷണം വരികയാണെങ്കിൽ നിപ്പ പടരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഈ മരിച്ച ആൾക്കാരുമായി ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളവർക്ക് രോഗം പടർന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അന്വേഷിക്കാൻ കാരണവും ഈ രോഗം ഈ രീതിക്ക് 2 ആഴ്ച ഗ്യാപ്പിലാണ് ഈ രോഗലക്ഷണങ്ങളുള്ള പുതിയ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിപ്പ വൈറസിനെ, നിപ്പ പനിയെ സാധാരണ രോഗലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാമെങ്കിലും 2018 നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ വിഭിന്നമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2018 രോഗിക്ക് തലച്ചോറിന് വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് എൻസിഫലൈറ്റിസിന്റെ, മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളും അതോടൊപ്പം ജന്യയും അബോധാവസ്ഥയുമാണ് കൂടുതൽ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് കൂടുതലും കാണുന്ന ലക്ഷണങ്ങൾ ന്യൂമോണിയയുടെയും പനിയുടെയും ലക്ഷണങ്ങളാണ്. ന്യൂമോണിയ വന്ന് കടുത്ത് അവർക്ക് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് വൈറീമിയ, വൈറൽ ടോക്സീമിയ കൂടിയിട്ട് ഹൃദയാഘാതം വന്നാണ് അവിടെ ഈ 2 രോഗികളും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2018 വന്ന ഈ വൈറസിന്റെ അതേ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോഴത്തെ രോഗികളെ ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മരിച്ച ആൾക്കാരുമായി കോണ്ടാക്റ്റ് ഉള്ളവരെ ഇപ്പോൾ കോഴിക്കോട് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ചെയ്യുന്നത്. ഇനി ഈ നിപ്പ വൈറസ് എങ്ങനെയാണ് പടരുന്നത് എന്ന് നോക്കാം. പലരും മുൻപൊക്കെ പ്രചരിപ്പിച്ചതുപോലെ കോഴിയിറച്ചിയിലൂടെയോ പശുവിന്റെ പാലിലൂടെയോ ഒന്നും നിപ്പ വൈറസ് സാധാരണ പടരാറില്ല. നമ്മൾ ഏതൊരു ഭക്ഷണ സാധനവും ഒരല്പം ചൂടാക്കിയാലോ തണുപ്പിച്ചാലോ, അതായത് 18 ഡിഗ്രിക്ക് താഴേക്ക് തണുപ്പിച്ചാലോ ഒരു 37 ഡിഗ്രിക്ക് മുകളിലേക്ക് അതിനെ ചൂടാക്കിയാലോ അതിനകത്ത് ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നശിച്ചു പോകും. തുറസായ ഒരു സ്ഥലത്ത് ഈ വൈറസിന് 15 മിനിറ്റിൽ കൂടുതൽ ജീവിക്കാനുള്ള ശേഷിയുമില്ല. പഴങ്ങൾക്കകത്ത് മാത്രമാണ് ഇവ കൂടുതൽ നാൾ 5 ദിവസം വരെ ഇവയ്ക്ക് ജീവിച്ചിരിക്കാനുള്ള ശേഷിയുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വവ്വാലുകൾ കടിച്ച പഴങ്ങൾ നിങ്ങൾ കഴിക്കുന്ന രീതി, പറമ്പിൽ നിന്നെല്ലാം കഴിക്കുന്നത് ഒഴിവാക്കുക. മാത്രമല്ല പലപ്പോഴും വീട്ടിൻ്റെ മുകളിലും തട്ടുംപുറത്തും എല്ലാം തന്നെ വവ്വാലുകൾ കഴിച്ചിട്ടിട്ടുള്ള പേരയ്ക്ക അല്ലെങ്കിൽ മാമ്പഴം പോലുള്ള അല്ലെങ്കിൽ ചക്കപ്പഴം പോലുള്ളവ ഈ ഒരു സീസണിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കരുത്, ഒഴിവാക്കുക. നിങ്ങളുടെ കുട്ടികളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, മറക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രോഗം ഉള്ള ഒരാളിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് ഇത് പടരാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത്, നമുക്ക് കോവിഡ് കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ, അതായത് മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ വൈറസ് പടരുന്നതിനെ നമുക്ക് ഗണ്യമായിട്ട് ചെറുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം കൈകൾ സോപ്പ് ലായനിയിൽ കഴുകിയാൽ തന്നെ ഈ വൈറസ് ഉണ്ടെങ്കിൽ തന്നെ നശിച്ചു പോകും. കാരണം pH, നമ്മുടെ വെള്ളത്തിൻ്റെ pH 8 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ആൽക്കലൈൻ pHൽ ഈ വൈറസ് ജീവിക്കില്ല. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പഴങ്ങൾ തന്നെ ഈ ഒരു സമയത്ത് വൈറസ് ഉണ്ടോ, നിപ്പയുണ്ടോ എന്ന് പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല. പുറന്തോട് പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പഴവും വാങ്ങാം, ഉപയോഗിക്കാം, പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയില്ലേ, വീട്ടിൽ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ, ഈ സോഡാപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത്
നിങ്ങൾ ഈ പഴങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ബേക്കിംഗ് സോഡയിട്ട വെള്ളം ആൽക്കലൈൻ സൊല്യൂഷനാണ്. ഈ ആൽക്കലൈൻ സൊല്യൂഷനിൽ നിപ്പ വൈറസ് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. കൈകൾ സോപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. ജലദോഷം, ചുമ, തൊണ്ടവേദനയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കഴിയുന്നത്ര പോകാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗം ലക്ഷണങ്ങൾ ജലദോഷം, തൊണ്ടവേദന, പനി, ചുമയുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് എല്ലാം ഈ ഒരു സമയത്ത് നിപ്പ വൈറസിന്റെ ഈ ഒരു പടരുന്ന സീസണിൽ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിപ്പ വൈറസ് പടരുന്നത് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് സാധിക്കും. നിപ്പ വൈറസിന്റെ ചികിത്സ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. രോഗം ബാധിച്ചിട്ടുള്ളവർക്ക് അവരുടെ ശരീരത്തിലുള്ള ഈ നിപ്പയ്ക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡി വർദ്ധിപ്പിക്കുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡി ഓസ്ട്രേലിയയിലെല്ലാം ആ മരുന്നുകൾ ലഭ്യമാണ്. 2019 കേരളത്തിൽ ഈ രോഗം വന്ന സമയത്ത് അവിടെ നിന്ന് ഈ മരുന്ന് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിപ്പ അവിടെ പടർന്നു പിടിക്കുകയാണെങ്കിൽ, കോഴിക്കോട് പടരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി ലഭ്യമാക്കുന്ന ഉൾപ്പെടെയുള്ള ചികിത്സയിലൂടെ രോഗാവസ്ഥ ഗുരുതരമാകാതെ നമുക്ക് രോഗികളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോഴിക്കോട് പടർന്നു പിടിക്കുന്നത് നിപ്പയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.